ഹലോ നമ്മള് അഞ്ചാമത്തെ യൂണിറ്റ് ആയിരുന്നു ചർച്ച ചെയ്ത് കൊണ്ടിരുന്നത്. അതില് നെക്കിറ മാരിഫയെ കുറിച്ച് പറഞ്ഞു. പിന്നെ മുദക്കർ മുഅന്നസിനെ കുറിച്ച് പറഞ്ഞു. വാഹിദ് തസ്നിയ ജമ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറയാനുള്ളത് മുബത്തദയെ കുറിച്ചും ഖബറിനെ കുറിച്ചാണ്. അറബി ഭാഷയുടെ ഈ സെന്റൻസ് മേക്കിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാല്. രണ്ട് രീതിയിലുള്ള ജുംലകൾ ഉണ്ടാവാം. ജുംല ഇസ്മിയയും ഉണ്ടാകാം, ജുംല ഫീലിയയും ഉണ്ടാകാം. ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാല് അതില് ഇസ്മു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ മൊത്തം ഇസ്മിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാർട്ടിങ് ഇസ്മിലായിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് മുബ്തദ വൽ ഖബർ. എന്നുവെച്ചാൽ ഒരേ മുബ്തദയും ഖബറിന്റെയും വ്യത്യസ്തമായ തലങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് ആയ സ്ട്രക്ചർ മാത്രമാണ് ഇവിടെ പഠിക്കുന്നുള്ളൂ. ഉദാഹരണം, അൽ കിതാബു ജമീലുൻ. അൽ കിതാബു ജമീലുൻ, പുസ്തകം വളരെ ഭംഗിയുള്ളതാണ്. അല്ലെങ്കിൽ സെയ്ദുൻ ആലിമുൻ, സെയ്ദ് എന്ന് പറയുന്ന കുട്ടി ആലിമുൻ പണ്ഡിതനാണ്. സെയ്ദ് പണ്ഡിതനാണ്. സെയ്ദാണ് ഇതിന് സെയ്ദ് ഒന്നാമത് വന്ന പദത്തിന് നമ്മള് മുബത്തദ എന്ന് പറയാം. പിന്നെ അയാൾ ആ ഒരു ഒന്നാമത്തെ വസ്തുവിന്റെ ആ വസ്തു എന്താണെന്ന് പറയാണ്. ഒന്നാമത് പറഞ്ഞ സെയ്ദ് എന്ന് പറയുന്ന ആ ഒരു ഇത്, അത് ആലിമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഒന്നാമത്തെ വസ്തുവിന് എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഖബർ. അപ്പൊ ഒന്നാമത്തെ പദം മുബത്തദയും രണ്ടാമത്തെ പദം ഖബറും എന്നാണ്. അപ്പൊ ഇതിന് ഇനി പല നിയമങ്ങളുണ്ട്. ഈ മുബത്തദ മുദക്കർ ആണെന്നുണ്ടെങ്കിൽ ഖബർ മുദക്കർ ആയിരിക്കണം. മുബത്തദ മുഅന്നസ് ആണെങ്കിൽ ഖബർ മുഅന്നസ് ആയിരിക്കണം. മുബത്തദ ജം ആണെങ്കിൽ ഖബർ ജം ആയിരിക്കണം. മുബത്തദ തസ്നിയ ആണെങ്കിൽ ഖബർ തസ്നിയ ആയിരിക്കണം. അപ്പൊ ഈ മുബത്തദ എന്താണോ, ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം ഖബർ ആയി മാറേണ്ടത്. അതാണ് ഇതിന്റെ ബേസിക് ആയ ഒരു നിയമമുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒന്നാമത് പറഞ്ഞ അതിനാണ് മുബത്തദ, രണ്ടാമത് പറഞ്ഞതിനാണ് ഖബർ എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇതിന് ഈ മൂത്തയും ഖബറും മൈന്യൂട്ടായി ആണതിന് ആ ഒരു, ഇപ്പൊ നേരത്തെ പറഞ്ഞു സെയ്ദുൻ അൽ ആലിമുൻ. സെയ്ദുൻ ആലിമുൻ എന്ന് പറയുമ്പോഴാണ് മൂത്ത ഖബർ ആവാം. ഇനി അവിടെ ഈ സെയ്ദുൻ അൽ ആലിമു എന്നൊക്കെ പറയുമ്പോൾ സിഫത്തായി മാറാം. അപ്പൊ ഇതിന്റെ ചില ഈ ഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴൊക്കെ ഇതിന്റെ ഹൈസിയത്ത്, ഇതിന്റെ അവസ്ഥകൾ ഒക്കെ മാറാറുണ്ട്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, സെയ്ദുൻ ആലിമുൻ, സെയ്ദ് പണ്ഡിതനാണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് കൂടി കൊടുക്കുമ്പോഴാണ് അത് ഖബറാവുന്നത്. അപ്പൊ അതിന് ഒന്നാമത്തെ പദത്തിന് മുത്തദ എന്നും രണ്ടാമത്തെ പദത്തിന് ഖബർ എന്നും പറയുന്നു എന്നാണ് നിങ്ങൾ ബേസിക്കലായിട്ട് ഈ സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ 4 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റി, ഇസ്മ കിസ്സെ കഹത്തെ ഹെ താരീഫ് കീജിയെ ഓർ മിസാൽ ദീജിയെ. ഇത് മൊത്തം ഉറുദുവിലാണ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്മ ഇസ്മ എന്താണ്, അതിന്റെ താരീഫ് എന്താണ്, അതിന്റെ മിസാലുകൾ എന്താണെന്നാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇസ്മ എന്ന് പറഞ്ഞാൽ പ്രത്യേക കാലത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏതാ മൂന്നാലൊരു കാലത്തെ, കഴിഞ്ഞ കാലമോ വർത്തമാന കാലമോ ഭാവി കാലമോ, ഈ ഒരു കാലത്തിലേക്ക് പ്രത്യേക സൂചനകളൊന്നും ഇല്ലാത്ത പദങ്ങളെയാണ് ഇസ്മി എന്ന് പറയാം. അതാണ് ഇസ്മിന്റെ പൊതുവായ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാല്. പ്രത്യേക കാലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഫെയിൽ എന്ന് പറയുന്നു. എന്നാൽ ഒരു പ്രത്യേക അർത്ഥം ഉണ്ടാകും. ഇസ്മാവ് പ്രത്യേക അർത്ഥം ഉണ്ടാകും. ഒരു കാലത്തെയും സൂചിപ്പിക്കുകയും ഒറ്റയ്ക്ക് ഒരു അർത്ഥമില്ലാത്തതിന് നമ്മൾ അർഫ് എന്ന് പറയാം. ഓക്കെ. ഇപ്പൊ ഫി എന്ന് പറയുമ്പോൾ മേ, ഫി എന്ന് പറയുമ്പോൾ ഇൽ എന്ന് പറയുമ്പോൾ അതിന് ഒറ്റക്കൊരു അർത്ഥമില്ല. അതിന് മുമ്പോ ശേഷമോ എന്തെങ്കിലുമൊക്കെ ഒരു പദം വരുമ്പോഴാണ് അതിന് അർത്ഥം ഉണ്ടാകുന്നത്. അപ്പൊ ഒറ്റക്കൊരു അർത്ഥം ഉണ്ടാവുകയും ഒരു കാലത്തെ കുറിച്ചും പ്രത്യേക പരാമർശങ്ങൾ, സൂചനകൾ ആ വാക്കിൽ നിന്ന് ലഭിക്കാതിരിക്കുമ്പോൾ അതിന് ഇസ്മ എന്ന് പറയുന്നു. ഒറ്റക്കൊരു അർത്ഥം ഇല്ലാതിരിക്കുകയും ഒരു കാലത്തിനെ കുറിച്ച് സൂചന ഇല്ലാതിരിക്കുമ്പോൾ ഹർഫ് എന്ന് പറയുന്നു. ഒറ്റക്കൊരർത്ഥം ഉണ്ടാവുകയും ഏതെങ്കിലും ഒരു കാലത്തെ കുറിച്ച് സൂചനകൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഫെയിൽ എന്ന് പറയുന്നു. ഇതാണ് ഇതിന്റെ ജനറലി ഉള്ള ഒരു ഡെഫിനേഷന്. രണ്ടാമത്തെ ചോദ്യമുണ്ട്, ഇസ്മു ഇഷാറ എന്താണ്? ഇസ്മു ഇഷാറ എന്താണെന്ന് പറയാം. പിന്നെ അതുപോലെ താഴെ പറയുന്ന ഇസ്മുൽ ഇഷാറകള് എന്തിനാണ്, അത് എന്തിനാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇസ്മുൽ ഇഷാറ പറഞ്ഞു, ഇഷാറ എന്ന് പറഞ്ഞാൽ സൂചനയാണ്. അടുത്തോ അല്ലെങ്കിൽ വിദൂരത്തോ ഉള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്മുൽ ഇഷാറ ഉപയോഗിക്കാറുള്ളത്. വ്യത്യസ്തമായ ഇസ്മുൽ ഇഷാറകൾ ഉണ്ടാവും. ഹാദ വരാം, ഹാദാനി വരാം. ഹാദ വന്നാല് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മുദക്കറായ വസ്തുവിനാണ് ഹാദ പറയാ.
അതിന്റെ മുഅന്നസായിരിക്കും ഹാദിഹി. അത് പുരുഷൻ, രണ്ട് പുരുഷന്മാരാണെങ്കിൽ, രണ്ട് പുല്ലിംഗമാണെങ്കിൽ ഹാദാനി, രണ്ട് സ്ത്രീലിംഗമാണെങ്കിൽ ഹാത്താനി. ഹാ ഉലായി എന്ന് പറയുമ്പോൾ ഒരുപാട് അടുത്തുള്ള ഒരുപാട് വസ്തുവിനെ സൂചിപ്പിക്കാനാണ് ഹാ ഉലായി പറയുക. അത് അതിൽ രണ്ടിലും പുല്ലിംഗമാണെങ്കിലും സ്ത്രീലിംഗമാണെങ്കിലും സെയിം ആണ്. പിന്നെ വിദൂരമായ ഒരു വസ്തുവിനെ, ഒരു പുല്ലിംഗത്തെ സൂചിപ്പിക്കാനാണ് ദാലിക്ക, അത് സ്ത്രീലിംഗമാണെങ്കിൽ തിൽക്കയാവും. അത് തന്നെ വിദൂരമായ ഒരുപാട് വസ്തുക്കളെ സൂചിപ്പിക്കാനാവുമ്പോൾ ഉലായിക്ക, അത് മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും ഉലായിക്കയാണ് വരിക. അപ്പൊ ഇതാണ് ഇസ്മുൽ ഇഷാറയുടെ ഈ ഈ ഒരു പ്രത്യേകമായ ഇഷാറത്തിന്റെ, ഇസ്മിന് ഉള്ള പ്രത്യേക അർത്ഥങ്ങള്. പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യം ഉള്ളത് മാരിഫ ഓർ നക്കിറ മേ ക്യാ ഫർഖ് ഹൈ? ذيل में कुछ अल्फाज दिया जा रहा है, उनमें मारिफा और नकिरा शनाख्त कीजिए. അപ്പോ നക്കിറ മാരിഫ എന്താണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ താഴെ കൊടുത്ത പദങ്ങളിൽ നിന്ന് നക്കിറയും മാരിഫയും വേർതിരിക്കാനുണ്ട്. നക്കിറ മാരിഫ നമുക്കറിയാം സ്പെസിഫിക് ആയ ആശയങ്ങളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ മാരിഫയാണ്. സ്പെസിഫിക് അല്ലാത്ത ആശയങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് എന്താണ്, മാരിഫയാണ് എന്നാണ്, നെക്കിറയാണ്. സ്പെസിഫിക് ആണെന്നുണ്ടെങ്കിൽ മാരിഫ, സ്പെസിഫിക് അല്ലാണ്ട് നെക്കിറ. അപ്പൊ ഇവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ 4 കാരണങ്ങൾ പറഞ്ഞു. ഈ 4 കാരണങ്ങളിൽ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാരിഫയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ 4 കാരണങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ നെക്കിറാന്ന് കൊടുത്താൽ മതി. ഇവിടെ കിതാബുൻ, കിതാബിന്റെ അവിടെ അത് ഇസ്മുലമല്ല, അല്ല് വന്നിട്ടില്ല, ഇസ്മുൽ ഇഷാറയും അല്ല, ലമീറും അല്ല. അപ്പൊ അത് കിതാബ് എന്താണ്, നെക്കിറയാണ്. കലമുൻ, അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, അപ്പൊ അത് നെക്കിറയാണ്. അൽ ബൈത്തു, അൽ ബൈത്തു എന്ന് പറയുമ്പോൾ അവിടെ അല്ല് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ല് വന്നാൽ അവിടെ മാരിഫയാണ്, അല്ല് വന്നു മാരിഫയാണ്. അടുത്തത് ഹാമിദുൻ, ഹാമിദ് ഒരാളുടെ പേരാണ്. പേരിന് നമ്മൾ ഇസ്മു അലം എന്ന് പറയാം. ഒരു സ്ഥലത്തിന്റെ, ഒരു വ്യക്തിയുടെയോ നമ്മൾ മുമ്പേ കൊടുത്ത പേരിനാണ് ഇസ്മു അലം എന്ന് പറയാം. ഇവിടെ ഹാമിദ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ആളുകളെയും ഹാമിദ് അല്ല, ചില സ്പെസിഫിക് ആയ വ്യക്തിയാണ് ഹാമിദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഇസ്മു അലമാണ്, മാരിഫയാണ്. പിന്നെ അടുത്ത ഖുറാസത്തുൻ, ഖുറാസത്ത് എന്ന് പറഞ്ഞാൽ അവിടെയും ഈ 4 പദങ്ങളോ ആശയമോ ഇല്ല, അപ്പൊ അത് നിക്കിറയാണ്. ആറാമത്തത് അൽ മക്കാൻ, അൽ മക്കാൻ അല്ല് വന്നിട്ടുണ്ട്, അല്ല് വന്നാൽ മാരിഫയാണ്. പിന്നെ 7ാമത് മുംബൈ, മുംബൈ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സ്ഥലത്തിന് കൊടുക്കപ്പെട്ട പേരാണ്, അപ്പൊ അത് ഇസ്മുഅലമാണ്, മാരിഫയാണ്. 8ാമത് അസൗബാണ്, അവിടെ അല്ല് വന്നു, അല്ല് വന്നാൽ മാരിഫയാണ്. അപ്പൊ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ 4 കാര്യങ്ങൾ ഉണ്ടോ എങ്കിൽ മാരിഫ, ഇല്ലേ നെക്കിറ കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. कुछ जुमले लिखे जा रहा है, उन्हें अलग करके बताइए, उन्हें अरबी ग्रामर के लिहाज से क्या कहा जाता है. അപ്പൊ താഴെ പറയുന്ന ഇവിടെ ഒരു ജുംലയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്താണ് പറയാം? അപ്പൊ അതില് ഇപ്പൊ അൽ കിതാബു ജമീലുൻ, അവിടെ എത്ര അൽഫാദ് ഉണ്ട് അതിലുള്ള? അൽ കിതാബ് ജമീൽ എന്ന് പറയുമ്പോൾ അൽ കിതാബ് എന്നുള്ളത് ഒരു ലഫ്ലാണ്, ജമീൽ എന്നുള്ളത് 2ാമത്തെ ഒരു ലഫ്ലാണ്. അത് ഗ്രാമറിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പറയാറുള്ളത് അൽ കിതാബു ജമീലുൻ എന്ന് പറയുമ്പോൾ അൽ കിതാബ് മുബ്തദയാണ്, ജമീലുൻ ഖബറാണ്. ഇതാണ് ഗ്രാമറിന്റെ അടിസ്ഥാനത്തിൽ പറയാറുള്ളത്. കാരണം കിതാബ് ജമീലാണ്, ഒരു വസ്തുവിന്റെ അവസ്ഥയെ ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മളത് മുത്തഖബറായിട്ട് അല്ലെങ്കിൽ ഖബറിയായ ജുംലിയായിട്ട് പറയാറുള്ളത്. അപ്പൊ അത് അൽ കിതാബ് 1ാമത്തെ പദം മുബ്തദ, 2ാമത്തെ ജമീലുൽ ഖബർ. 2ാമത്തെ പദം നോക്കാം, കിതാബുൽ വലതി, കുട്ടിയുടെ പുസ്തകം ജമീലുൻ ഭംഗിയുള്ളതാണ്. അപ്പൊ അവിടെയും കിതാബുൽ വലതി, കുട്ടിയുടെ പുസ്തകം ജമീലുൻ ഭംഗിയുള്ളതാണ്. അപ്പൊ ഇവിടെ ഭംഗിയുള്ളത് ആണ് എന്ന സൂചന വന്നു. അപ്പൊ ആണ് ആ ഒരു ആശയത്തിലേക്ക് വരുമ്പോൾ അവിടെ അത് മൂത്ത ഖബറിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ ജമീലുൻ അത് ഖബറാണ്. കിതാബുൽ വലതി, കുട്ടിയുടെ പുസ്തകം, അത് മൊത്തത്തിൽ മുബ്തദയാണ്. പിന്നെ കിതാബുൽ വലതി എന്നുള്ള 2 പദമുണ്ട്. അതിൽ 2ാമത്തെ പദത്തിന് നമ്മൾ മുലാഫ് ഇലൈഹി എന്നാണ് വിളിക്കുക. അതിനെ കുറിച്ച് ഇനി ചാപ്റ്റർ വരുമായിരിക്കും. എന്തായാലും കിതാബുൽ വലതി എന്ന് പറയുന്ന ആ ഒരു മുലാഫിലേക്ക് കൂടിയ ആ ഒരു പദമാണ്, അല്ലെങ്കിൽ പദങ്ങളുടെ സമുച്ചയമാണ് മുബ്തദ. 2ാമത് വന്ന ജമീൽ എന്നുള്ളതാണ് ഖബർ. ഹാദിഹി സൂക്കുൻ, ഹാദിഹി ഇത് അങ്ങാടിയാണ്. അപ്പൊ ഇതും മുബ്തദയും ഖബറുമാണ്. ഹാദിഹി മുബ്തദയാണ്, ഇസ്മുൽ ഇഷാറയുമാണ്, സൂക്കുൻ ഖബറാണ്. തിൽക സൂക്കുൻ, അതും അതേപോലെ തന്നെ അത് അങ്ങാടിയാണ് എന്നാണ്, അങ്ങാടിയാണ്. അപ്പൊ അത് സൂക്ക് ഇവിടെ ഖബറാണ്,
തിൽക്ക മുത്തതയാണ്, ഇസ്മുൽ ഇഷാറ കൂടിയാണ്. അള്ളാഹു വാഹിദുൻ, അള്ളാഹു ഏകനാണ്, ഏകനാണ്, ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു മുത്തതയാണ്, വാഹിദുൻ ഖബറാണ്. ഹാദിഹി തൊബീബത്തുൻ, ഇവൾ ഒരു ഡോക്ടറാണ്. അപ്പോ ഡോക്ടർ ആണ്, തൊബീബത്തുൻ ഖബറാണ്, ഹാദിഹി മുബ്തദയാണ്. ആ റജുലാനി, അവർ ആ രണ്ടുപേര്, ആലിമൻ, അവർ രണ്ടുപേരും പണ്ഡിതരാണ് എന്നാണ്, ആണ്. അപ്പൊ ഇവിടെയും ഇതുപോലെ അർ റജുലാനി മുബ്തദയാണ്, ആലിമാനി ഖബറാണ്. അൽ ഇംറാത്തു, ഒരു സ്ത്രീ, നായിമത്തുൻ ഉറങ്ങുന്നവളാണ്, ഇംറാത്ത് മുബ്തദയാണ്, നായിമത്തുൻ ഖബറാണ്. തോലിബുൽ ഇൽമി, ഇൽമ തേടുന്ന വിദ്യാർത്ഥി, മുജ്തഹിദുൻ പരിശ്രമിക്കുന്നവനാണ്. അപ്പൊ ഇവിടെയും തോലിബുൽ ഇൽമു എന്നുള്ളത് മുബ്തദയാണ്, മുജ്തഹിദുൻ ഖബറാണ്. അൽ ഖുർആനു, ഖുർആൻ കിതാബുല്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അപ്പൊ ഇവിടെ ഖുർആന് മുബ്തദയാണ്, കിതാബുല്ല എന്നുള്ളത് ഖബറാണ്. അപ്പൊ ഇതൊക്കെ മുബ്തദ ഖബറിന്റെ ഉദാഹരണങ്ങളാണ്. ഒന്നാമത് വന്നതായിരിക്കും മുബ്തദ, രണ്ടാമത് വന്നതായിരിക്കും ഖബർ. ചില സമയത്ത് രണ്ടും ഒരുമിച്ച് വരാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നോക്കിയിട്ട് മുബ്തദ ഏതാണെന്ന് തീരുമാനിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു തംറീൻ ഉണ്ട്. ഇവിടെ ജംപ് ഉണ്ട്. ജമ്മ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജമ്മ് 3 തരത്തിലുണ്ട്. അതിന്റെ സ്ട്രക്ചർ മൊത്തം മാറാണെങ്കിൽ ജമ്മു തക്സീർ എന്ന് വിളിക്കുക. വാവു നൂന് മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ജമ്മു മുദക്കർ സാലിം എന്ന് വിളിക്കുക. ഇനി അതിന്റെ കൂടെ അലിഫ് താ ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ജമ്മ് മുഅന്നസ് സാലിം എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ജമ്മുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് അൽ മുസ്ലിമൂന, നമ്മൾ പറഞ്ഞു അൽ മുസ്ലിമൂന, മുസ്ലിം, മുസ്ലിമൂന. വാവും നൂനും ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ജമ്മ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാവും നൂനും ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ജമ്മിനെ പറയുന്ന പേര് ജമ്മ് മുദക്കർ സാലിം. അപ്പൊ അൽ മുസ്ലിമൂന ജമ്മ് മുദക്കർ സാലിമാണ്. രണ്ടാമത് അർ റിജാൽ എന്നാണ്. അർ റിജാൽ എന്ന് പറയുമ്പോൾ റജുലിന്റെ ജമ്മാണ് റിജാൽ. അപ്പൊ അതിന്റെ സ്ട്രക്ചറിൽ മാറ്റമുണ്ട്. സ്ട്രക്ചറിൽ മാറ്റമുള്ള ജമ്മ് ജമ്മു തക്സീർ, ജമ്മു തക്സീർ. മൂന്നാമത് ഇഷറൂനയാണ്. ഇഷറ്, ഇഷറൂന, വാവും നൂനും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ജമ്മ് മുദക്കർ സാലിമാണ്. നാലാമത്തെ അർവാഹാണ്. റൂഹിന്റെ ജമ്മ് അർവാഹ്. റൂഹ് എന്ന പദത്തിൽ നിന്ന് അർവാഹിലേക്ക് എത്തുമ്പോൾ അതിന്റെ സ്ട്രക്ചറിൽ തന്നെ മാറ്റമുണ്ട്. സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടായത് കൊണ്ട് ഇത് ജമ്മു തക്സീർ. അടുത്തത് വലദിന്റെ ജമ്മാണ് ഔലാദ്. അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, അല്ലെ, ജമ്മു തക്സീർ ആണ്. മുസാഫിറിന്റെ ജമ്മ മുസാഫിറൂന. അവിടെ മുസാഫിറിൽ നിന്നൊരു വാവും നൂനും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, മുസാഫിറൂന. വാവും നൂനും ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ജമ്മ് ജമ്മു മുദക്കർ സാലിം. പിന്നെ തൊബീബാത്താണ്. തൊബീബാത്തിന്റെ അവിടെ നോക്കുക, വെറും ഒരു അലിഫും താവും, തൊബീബുൻ, തൊബീബാത്തുൻ, അല്ലെങ്കിൽ തൊബീബത്തുൻ, തൊബീബാത്തുൻ. അലിഫും താവും ആഡ് ചെയ്തുകൊണ്ടാണ് ആ ജമ്മ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അലിഫും താവും ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ജമ്മിന് പറയുന്ന പേര് ജമ്മു മുഅന്നസ് സാലിമാണ്, ജമ്മു മുഅന്നസ് സാലിം. ഇനി ഇവിടെ നോക്കൂ, ദാഹിബുൻ, ദാഹിബൂന. വാവും നൂനും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ജമ്മു മുദക്കർ സാലിം. സിന്നിന്റെ ജമ്മാണ് അസ്നാൻ. സിന്ന് പല്ല്, അസ്നാന് പല്ലുകള്. അപ്പൊ അവിടെ ആ സിന്ന് എന്നതിൽ നിന്ന് അസ്നാനിലേക്ക് എത്തുമ്പോൾ വലിയ മാറ്റമുണ്ട്, അല്ലെ, സ്ട്രക്ചറൽ മാറ്റമുണ്ട്. അപ്പൊ അത് ജമ്മു തക്സീറാണ്. നേരത്തെ ഔലാദ് വീണ്ടും വന്നതാണ്, അഞ്ചാമത്തെ അതേ ചോദ്യമാണ്. വലതിന്റെ ജമ്മാണ് ഔലാദ്. അപ്പൊ അതിൽ സ്ട്രക്ചറലായ മാറ്റമുണ്ട്. സ്ട്രക്ചറലായ മാറ്റം ഉള്ളതൊക്കെ ജമ്മു തക്സീറാണ്. വാവു നൂനും മാത്രം മാറിയതാണെങ്കിൽ ജമ്മു മുദക്കർ സാലിമാണ്. അലിഫും താവും മാത്രമാണ് അവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ ജമ്മു മുഅന്നസ് സാലിമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ, ഈ പോയിന്റ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഈ ഒരു തമ്പേന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ ഉള്ളത്, ഇവിടെ മുഅന്നസ് മുദക്കറുണ്ട്. മുഅന്നസിനെയും മുദക്കറിനെയും ഒമ്പതാമത്തെ മുഅന്നസ് ഏതാണ്, മുദക്കർ ഏതാണെന്ന് പറയാനാണ്. ഓക്കെ, പിന്നെ അതിൽ നിന്ന് മുഅന്നസ് മുദക്കർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ഏതാണ് മുഅന്നസ് ഹക്കീക്കി, ഏതാണ് മുഅന്നസ് മജാസി എന്നുകൂടി പറയണം. മുഅന്നസ് ഹക്കീക്കി, മുഅന്നസ് മജാസിയുടെ വ്യത്യാസം അറിയാലോ. യഥാർത്ഥത്തിൽ ആ വാക്ക് മുഅന്നസ് ആണ്. ഇപ്പൊ ഒരു സൈനബ് എന്ന് പറഞ്ഞാൽ, സൈനബ് പൊതുവെ സ്ത്രീകൾക്കാണ്, സ്ത്രീകളുടെ പേരാണ്. അപ്പൊ സൈനബ് എന്നുള്ളത് സ്ത്രീയാണ്, അല്ലെ. അപ്പൊ അതാണ് ഹക്കീക്ക്, യഥാർത്ഥത്തിൽ അത് മുഅന്നസ് ആണ്. എന്നാൽ ചില പദങ്ങൾ യഥാർത്ഥത്തിൽ മുഅന്നസ് ആകില്ല, അതിന്റെ ചില പദങ്ങളുടെ സൂചനകൾ കൊണ്ട് മുഅന്നസ് ആയതായിരിക്കാം. ഷംസ്, സൂര്യൻ. സൂര്യൻ ഒരു യഥാർത്ഥത്തിൽ സ്ത്രീയാണോ? അല്ല. പക്ഷെ ആ ഷംസ് എന്ന പദം സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതിനാണ് മുഅന്നസ് മജാസി എന്ന് പറയാം. മുഅന്നസ് മാനവി, മുഅന്നസ് മാനവി, മുഅന്നസ് ഹക്കീക്കി. ഹക്കീക്കി യഥാർത്ഥത്തിൽ മുഅന്നസ് ആയിരിക്കും, അതിനാണ് മുഅന്നസ് ഹക്കീക്കി. യഥാർത്ഥത്തിൽ മുഅന്നസ് അല്ല, അല്ലെങ്കിൽ ആ പദം മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്, അതാണ് മുഅന്നസ് മാനവി. അപ്പൊ ഇവിടെ ദിൽഹി,
ഡൽഹി എന്നുള്ളത് പറഞ്ഞു. ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഡൽഹി എന്നുള്ളത് ശരിക്കും മുഅന്നസാണോ? അല്ല. അപ്പൊ ഡൽഹി മുഅന്നസാണ്, മുഅന്നസ് മാനവിയാണ്. ഉഖ്ത്, ഉഖ്ത് പൊതുവെ സഹോദരി എന്നുള്ളത് മുഅന്നസാണ്, മുഅന്നസ് ഹഖീഖിയാണ്. അദ്റാ, അദ്റാ എന്നുള്ളത് കന്യക, അംസ് നൂന് കന്യക അല്ലെ, അത് ഹഖീഖിയ മുഅന്നസാണ്, കന്യക. ആശയത്തില് കന്യക എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ് പറയാറുള്ളത് അല്ലെ. സുഹറ, ചെറിയവൾ, ചെറിയ പെൺകുട്ടിക്കാണ് സുഹറ എന്ന് പറയാം. അപ്പൊ അത് ചെറിയ പെൺകുട്ടി, അത് യഥാർത്ഥത്തിൽ ചെറിയ പെൺകുട്ടി തന്നെയാണ്, ഹഖീഖിയാണ്. റിജുലുൻ എന്ന് പറഞ്ഞാൽ കാൽപാദം. കാൽപാദം എല്ലാവർക്കും ഉണ്ട്, മുഅന്നസിനും സ്ത്രീകൾക്ക് മാത്രമല്ല ഉള്ളത് അല്ലെ. അപ്പൊ ഈ കാൽപാദങ്ങൾ അവയവങ്ങൾ പൊതുവെ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് എന്നതുകൊണ്ടാണ് റിജുൽ ഇവിടെ മുഅന്നസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് മുഅന്നസ് മാനവിയാണ്. അയിന്, കണ്ണ്, കണ്ണ് എല്ലാവർക്കും ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രമായ സൂചനകളല്ല. അപ്പൊ അയിന് അവിടെ അതും മുഅന്നസ് മാനവിയാണ്. ഹംറാ, ഹംറാ ചുവന്ന കളർ എന്നാണ്, കടും ചുവപ്പിനാണ് പറയാം. കടും ചുവപ്പ് എന്നുള്ളത് സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ വിശേഷണമാണോ? അല്ല. അപ്പൊ അത് അവിടെ അംസും അലിഫും വന്നതെന്നുകൊണ്ട് സ്ത്രീലിംഗമായി. ഇത് ആശയത്തില് സ്ത്രീലിംഗമല്ല, അതുകൊണ്ട് ഇത് മുഅന്നസ് മാനവിയാണ്. ഫാത്തിമ, അത് ശരിയായ ഒരു പെണ്ണിന്റെ പേരാണ്, അപ്പൊ അത് മുഅന്നസ് ഹഖീഖിയാണ്. തിഫ്ലത്തുൻ, പെൺകുട്ടി, പഠിക്കുന്ന അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടിക്കാണ് തിഫ്ലത്ത് എന്ന് പറയാം, പെൺകുട്ടിയാണ്. അപ്പൊ അത് മുഅന്നസ് ഹഖീഖിയാണ്. നസീമത്തുൻ, നസീമ ഒരു പെണ്ണിന്റെ പേരാണ് നസീമ, അപ്പൊ അത് മുഅന്നസ് ഹഖീഖിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മുഅന്നസ് ആയത് മുഅന്നസ് ഹഖീഖി എന്ന് പറയുന്നു. നിയമപരമായി മാത്രം, പദങ്ങളിൽ മാത്രം മുഅന്നസ് ഉള്ളതിന് മുഅന്നസ് മാനവി എന്നും പറയും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് 10ാമത്തെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നീച്ചെ കുछ മുഫ്രദ് അൽഫാദ് ലിഖേ ജാ രഹാ ഹൈ, ജാ രഹാ മേ ഉൻകി ജമ്മ് ബതായിയെ. ഇവിടെ കുറച്ച് പദങ്ങളുണ്ട്, ഇതിന്റെ ജം ആണ് പറയേണ്ടത്. മുസ്ലിമിന് നമ്മൾ പറഞ്ഞു അലിഫും നൂനും ആഡ് ചെയ്തുകൊണ്ട്, അലിഫും വാവും നൂനും ആഡ് ചെയ്തുകൊണ്ട് മുസ്ലിം മൂനാന്ന് ഉണ്ടാക്കാം, ജമ്മു മുദക്കർ സാലിം ഉണ്ടാക്കാം. ഇനി വേണമെങ്കിൽ മുസ്ലിം ആത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് ജമ്മു മുഅന്നസ് സാലിം ഉണ്ടാക്കാം. താലിബത്തിന് താലിബാത്തിന് എന്നേ പറയാൻ പറ്റുള്ളൂ, താലിബാത്ത് ജമ്മു മുഅന്നസ് സാലിം. ഖദമിൻ്റെത് അഖ്ദാം, ഖദമ് കാൽപാദം, അഖ്ദാം കാൽപാദങ്ങൾ, ജമ്മു തക്സീർ ആണ്. കലമിൻ്റെത് അഖ്ലാം, ജമ്മു തക്സീർ ആണ്. മദ്രസത്തുൻ്റെത് മദ്രസാത്തുൻ, ജമ്മു മുഅന്നസ് സാലിം. റൂഹിൻ്റെത് അർവാഹ് എന്ന് പറയാം, റൂഹ് അർവാഹ് ആത്മാക്കൾ, ജമ്മു തക്സീർ ആണ്. വലതിൻ്റെത് ഔലാദാണ്, ജമ്മു തക്സീർ ആണ്. കിതാബിൻ്റെത് കുത്തുബ്, അതും ജമ്മു തക്സീർ ആണ്. അദദിൻ്റെത് അദാദ്, അവിടെയും ജമ്മു തക്സീർ ആണ്. ദാഹിബ് എന്നതിന് ദാഹിബൂന എന്ന് പറയാം, ദാഹിബാത്തുൻ എന്ന് പറയാം. ദാഹിബൂന എന്നാകുമ്പോൾ ജമ്മു മുദക്കർ സാലിം ആകും, ദാഹിബാത്തുൻ എന്നാകുമ്പോൾ ജമ്മു മുഅന്നസ് സാലിം ആകും. ഓക്കെ. പിന്നെ മറ്റൊന്നുള്ളത് ഇവിടെ നീച്ചേലിക്ക് ബേ തർത്തീബ് അൽഫാദ് കോ ഇസ് തറഹ് ജോഡിയെ കെ ജുംല ഇസ്മിയ ബൻ ജായ്. ഇവിടെ ഒരുപാട് പദങ്ങളുണ്ട്, ഈ ആർഫ് ലെറ്ററുകൾ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, ലഫ്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലഫ്ലുകളുടെ സ്ട്രക്ചർ ഡിസോർഡർ ആണ്, ജംബിൾഡ് സെന്റൻസുകളാണ്. അപ്പൊ ഇത് ഒരു വരിയിൽ നിർത്തിയിട്ട് ഒരു അർത്ഥമുള്ള ഒരു ജുംലയാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തോടത്ത് ഖാലിദുൻ, ഖാലിദ് എന്നുള്ള വാക്കുണ്ട്, കലമുണ്ട്, ജിദ്ദൻ വളരെ, ജമീലുൻ ഭംഗിയുള്ളതാണ്. ഖാലിദ് പേന വളരെ ഭംഗിയുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ജുംല ഉണ്ടാക്കാം? ഖാലിദിന്റെ പേന വളരെ ഭംഗിയുള്ളതാണെന്നല്ല പറയേണ്ടത്, ഖാലിദിന്റെ പേന വളരെ ഭംഗിയുള്ളതാണ്. നമ്മൾ നേരെ ഖാലിദിന്റെ പേന അല്ലെ, കലമു ഖാലിദീൻ, കലമു ഖാലിദിൻ, ഖാലിദിന്റെ പേന. ജമീലുൻ ഭംഗിയുള്ളതാണ്, ജിദ്ദൻ വളരെയധികം. കലമു ഖാലിദിൻ ജമീലുൻ ജിദ്ദൻ, അങ്ങനെയാണ് അവിടെ പറയേണ്ടത്. ഓക്കെ. അടുത്തത് അൽ ബൈത്തു വീട്, ഫി ഇൽ അല മേൽ, അത്വാവില മേശ, കിതാബി എന്റെ പുസ്തകം. അപ്പൊ വീട് ഇൽ മേൽ ടേബിള് എന്റെ പുസ്തകം. ശരിക്ക് എന്റെ പുസ്തകം വീട്ടിൽ ടേബിളിന് മുകളിലാണ് എന്നല്ലേ പറയേണ്ടത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് പറയാ? കിതാബി അല ത്വാവിലത്തി ഫിൽ ബൈത്തി, അങ്ങനെയാണ് പറയേണ്ടത്. കിതാബി എന്റെ പുസ്തകം, അല ത്വാവിലത്തി മേശക്ക് മുകളിലാണ്. എവിടെയാണ് ആ മേശ ഉള്ളത്? ഫിൽ ബൈത്തി വീട്ടിൽ, വീട്ടിലുള്ള മേശക്ക് മുകളിലാണ് എന്റെ പുസ്തകം, അങ്ങനെയാണ് പറയുന്നത്. കിതാബി അല ത്വാവിലത്തി ഫിൽ ബൈത്തി. ഓക്കെ. ഇനി അടുത്തത് മഫ്തൂഹൻ തുറന്നിട്ടിട്ടുണ്ട്, അൽ മസ്ജിദ് വീട്, ബാബ് വാതില്, അൽ ഫജ്ർ എന്ന് പറഞ്ഞാല് ഫജ്ർ എന്ന് പറഞ്ഞ പ്രഭാതം,
അല്ലെ? മിൻ ഇൽ. അപ്പൊ എങ്ങനെയാണ് പറയാ? ബാബുൽ ആ മസ്ജിദുൽ ഫജ്രി, അല്ലെങ്കിൽ ബാബുൽ മസ്ജിദിൽ ഫജ്രി. മസ്ജിദുൽ ഫജ്ർ എന്ന് പറഞ്ഞ ഒരു പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഫജ്രി. ആ മസ്ജിദുൽ ഫജ്റിന്റെ വാതില്, അല്ലെങ്കിൽ ബാബുൽ മസ്ജിദി, ബാബുൽ മസ്ജിദി, പള്ളിയുടെ വാതിൽ, പള്ളിയുടെ വാതിൽ, ബാബുൽ മസ്ജിദി, പള്ളിയുടെ വാതിൽ, മഫ്തൂഹുൻ, തുറന്നിടപ്പെട്ടതാണ്. മിനൽ ഫജ്രി, ഫജ്ർ മുതൽ, ഫജ്റിൽ നിന്ന്, ഫജ്ർ സമയം മുതൽ തുറന്നിട്ടപ്പെട്ടതാണ്. ഫജ്ർ സമയം എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരത്തിനാണ് ഫജ്ർ എന്ന് പറയാം. അപ്പൊ ഫജ്ർ സമയം മുതൽ തുറന്നിട്ടതാണ് പള്ളിയുടെ വാതിൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ബാബുൽ മസ്ജിദി മഫ്തൂഹും മിനൽ ഫജ്രി എന്നാണ് അത് പറയേണ്ടത്. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തത് ഫരീദത്ത്, നിർബന്ധമാണ്. അൽ ഇൽമി, അറിവ്, ത്വലബു, തേടൽ, മുസ്ലിം, മുസ്ലിം, അല, മേൽ, കുല്ലി, എല്ലാം. അപ്പൊ ശരിക്കും എല്ലാ മുസ്ലിങ്ങളുടെ മേലിലും അറിവ് തേടൽ നിർബന്ധമാണ് എന്നാണ് വരേണ്ടത് അല്ലെ? ഫസ്റ്റ് ത്വലബുൽ ഇൽമി, ത്വലബുൽ ഇൽമി, അറിവ് തേടൽ. ഫരീദത്തുൻ, നിർബന്ധമാണ്. അല, മേൽ, കുല്ലി മുസ്ലിമീൻ, എല്ലാ മുസ്ലിങ്ങളുടെ മേലിലും. അപ്പൊ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നാണ് ആ ജുംല ഉണ്ടാവേണ്ടത്. അടുത്ത അസ്വാബിരീന, ക്ഷമിക്കുന്നവർ, അള്ളാഹു മഅ, കൂടെ. അപ്പൊ അള്ളാഹു മാ സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരോട് കൂടെയാണ്. അള്ളാഹു മാ സ്വാബിരീൻ. അപ്പൊ എങ്ങനെയാണ് ഈ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്? അപ്പൊ ഇതിലൂടെ ഒക്കെ എല്ലായിടത്തും മുബ്തദയും ഖബർ വന്നിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടെ ഈ എക്സസൈസ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തോടത്ത് കലമു എന്നുള്ള മുബ്തദയാണ്, ജമീലുൻ ഖബറാണ്. രണ്ടാമത്തോടത്ത് കിതാബി എന്നുള്ളത് മുബ്തദയാണ്, അലത്തോവിലത്ത് ഖബറാണ്. മൂന്നാമത്തോടത്ത് ബാബുൽ മസ്ജിദാണ്, മുബ്തദ മഫ്തൂഹൻ ഖബറാണ്. നാലാമത്തോടത്ത് ത്വലബുൽ ഇൽമാണ്, മുബ്തദ ഫരീദത്ത് ഖബറാണ്. അഞ്ചാമത്തോടത്ത് അള്ളാഹു ആണ് മുബ്തദ, മാസ്വാബിരി എന്നുള്ളതാണ് ഖബർ ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിൽ പറയാം. ഓക്കെ, തൽക്കാലം ഇപ്പൊ അവസാനിപ്പിക്കാം. ശുക്രൻ, ജസാക്കുമുല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.